Hi students, digital communication എന്ന് പറയുന്ന നമ്മുടെ ചാപ്റ്ററിൽ നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഫ്രീക്വൻസി മോഡുലേഷൻ FM ആണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഫ്രീക്വൻസി മോഡുലേഷനിൽ കാരിയർ വേവിൻ്റെ ഫ്രീക്വൻസിയാണ് സൂപ്പർ ഇമ്പോസ് ചെയ്യുന്ന സിഗ്നലിൻ്റെ ഇൻറ്റൻസിറ്റിക്ക് അനുസരിച്ചിട്ട് ചേഞ്ച് ചെയ്യുന്നത്. ഫ്രീക്വൻസി മോഡുലേഷൻ ഈസ് സച്ച് എ മോഡുലേഷൻ ഇൻ വിച്ച് frequency of the carrier wave changes in accordance with the intensity of the signal which is superimposed with it. Okay, ഇവിടെ നമ്മുടെ കാരിയർ വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡോ ഫേസോ ഒന്നും ചേഞ്ച് ചെയ്യുന്നില്ല. ആംപ്ലിറ്റ്യൂഡും ഫേസും കാരിയർ വേവിൻ്റെ കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെ നിൽക്കുന്നു. അതിൻ്റെ ഫ്രീക്വൻസിയാണ് സിഗ്നലിൻ്റെ ഇൻറ്റൻസിറ്റിക്ക് അനുസരിച്ചിട്ട് ആംപ്ലിറ്റ്യൂഡിനനുസരിച്ചിട്ട് ചേഞ്ച് ചെയ്യുന്നത്. നോക്കുക, frequency modulation, when frequency of carrier wave changes in accordance with the intensity of the signal, such modulation is frequency modulation FM. Here no change for amplitude and phase of carrier wave. നോക്കുക, ഇവിടെ ഒരു സിഗ്നൽ തന്നിരിക്കുന്നു. ആ സിഗ്നലിലെ കുറച്ച് പോയിന്റ്സ് ആണ് A, B, C, D, E, F, G. ഇനി അതിനെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യാൻ സാധിക്കില്ല. കാരണം എന്താണ്? അതിന് എനർജി കുറവാണ്. ഫ്രീക്വൻസി കുറവ് ആയതുകൊണ്ട് എനർജി കുറവാണ്. അപ്പോൾ നമ്മൾ അതിനെന്ത് ചെയ്യും? മറ്റൊരു കാരിയർ വേവുമായിട്ട് ഹൈ ഫ്രീക്വൻസി ഉള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈക്കിൾസ് ഇങ്ങനെ അടുത്തടുത്ത് വരുന്ന ഒരു ഹൈ ഫ്രീക്വൻസി ഉള്ള റേഡിയോ സിഗ്നലുമായിട്ട് സൂപ്പർ ഇമ്പോസ് ചെയ്യുകയാണ്. അപ്പോൾ ആ കാരിയർ വേവ് ആ സൂപ്പർ ഇമ്പോസ് ചെയ്യുന്ന ആ ഒരു മോഡുലേറ്റിംഗ് സിഗ്നലാണ് നമ്മുടെ റേഡിയോ സിഗ്നലാണ് ഈ കാരിയർ വേവ് എന്ന് പറയുക അല്ലേ. ആ കാരിയർ വേവ് ഇവിടെ കാണിച്ചിരിക്കുന്നു. ഫ്രീക്വൻസി കണ്ടോ, ഹൈ ആണ്. സൈക്കിൾസ് ഇങ്ങനെ അടുത്തടുത്താണ് വരുന്നത്. ഇവിടെ സൈക്കിൾസ് വിട്ട് വരുന്നു, കാരണം ഇവിടെ ഫ്രീക്വൻസി കുറവാണ്. ഇനി അത് രണ്ടും കൂടിയും സൂപ്പർ ഇമ്പോസ് ചെയ്യുമ്പോൾ ഇവിടെ ഫ്രീക്വൻസി മോഡുലേഷൻ ആണ് നടക്കുന്നതെങ്കിൽ കാരിയർ വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും. ഇതേ ആംപ്ലിറ്റ്യൂഡ് ആയിരിക്കും ഫ്രീക്വൻസി മോഡുലേറ്റഡ് വേവിനും ഉണ്ടാവുക. FM വേവ് താഴത്ത് തന്നിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഫ്രീക്വൻസി എന്ത് ചെയ്യുകയാണ്? ഈ സിഗ്നലിനനുസരിച്ച് കൊണ്ട് ചേഞ്ച് ചെയ്യുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സിഗ്നലിൽ 0 വോൾട്ടേജ് പോയിന്റ്സ് ആണ് A, C, E, G അല്ലേ. ആ പോയിന്റ്സിലൊന്നും നമ്മുടെ കാരിയർ വേവിൻ്റെ ഫ്രീക്വൻസിയും ചേഞ്ച് ചെയ്യുന്നില്ല. അതായത് ഏകദേശം ഈ ഒരു സ്പേസിങ് തന്നെയാണ് A പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടും C പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടും E പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടും G പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടും സൈക്കിളുകൾക്കിടയിലുള്ളത്. ഓക്കെ, കാരണം ഫ്രീക്വൻസി ഓഫ് ദ കാരിയർ വേവ് റിമെയിൻസ് അൺചേഞ്ച്ഡ് കറസ്പോണ്ടിങ് ടു ദ 0 വോൾട്ടേജ് പോയിന്റ്സ് ഓഫ് ദ സിഗ്നൽ അറ്റ് A, C, E ആൻഡ് G. ഈ ചിത്രം അത്ര ക്ലാരിറ്റി ഉള്ളതല്ല. പുസ്തകത്തിലുള്ള ചിത്രം കൂടി നിങ്ങൾ നോക്കുക. ഇത് ഏകദേശം നമുക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വരച്ചു എന്ന് ഉള്ളതേ ഉള്ളൂ. നോക്കുക, ഇനി പോസിറ്റീവ് പീക്സ് A, B, F ഇത് രണ്ടുമാണ് പോസിറ്റീവ് പീക്സ് ഓഫ് ദ സിഗ്നൽ. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അവിടെ ആ ഒരു പോയിന്റ്സിൽ ഫ്രീക്വൻസി ഓഫ് ദ കാരിയർ വേവ് ചേഞ്ചസ് ടു മാക്സിമം അല്ലേ. ആ ഫ്രീക്വൻസി എന്ത് ചെയ്യും? മാക്സിമം വാല്യൂയിലേക്ക് ചേഞ്ച് ചെയ്യാം. അതായത് സൈക്കിൾസ് ഏറ്റവും കൂടുതൽ അടുത്തടുത്ത് വരുന്നത് ഈ പോയിന്റ്സിലായിരിക്കും, പോസിറ്റീവ് പീക്സിലായിരിക്കും, ബിയിലും എഫിലും. ഇനി നെഗറ്റീവ് പീക്സ് D എന്ന് പറയുന്നത് അത്തരത്തിലൊരു പോയിന്റാണ് നെഗറ്റീവ് പീക്സ്. ആ നെഗറ്റീവ് പീക്കിലായിരിക്കും കാരിയർ ഫ്രീക്വൻസിയുടെ ചേഞ്ച് അല്ലെങ്കിൽ കാരിയർ ഫ്രീക്വൻസി മിനിമം ആയിട്ട് ചേഞ്ച് ചെയ്യുക. അതായത് സൈക്കിൾസിൻ്റെ ഇടയിൽ കൂടുതൽ സ്പേസിങ് വരിക ഈ ഒരു നെഗറ്റീവ് പീക്കിലായിരിക്കും. ആ രീതിയിൽ ഇവിടെ സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ ഇൻറ്റൻസിറ്റിക്ക് അനുസരിച്ചിട്ട് കാരിയർ വേവിൻ്റെ ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. നോക്ക്, വെൻ സിഗ്നൽ വോൾട്ടേജ് ആർ 0 അറ്റ് A, C, E ആൻഡ് G ദ കാരിയർ ഫ്രീക്വൻസി ഈസ് അൺചേഞ്ച്ഡ്. എത്രയാണോ സ്പേസിങ് അതേ സ്പേസിങ് ആയിരിക്കും എയിലും സിയിലും ഇയിലും ജിയിലും സൈക്കിളുകൾക്കിടയിൽ ഉണ്ടാവുക. വെൻ സിഗ്നൽ അപ്രോച്ചസ് ദ പോസിറ്റീവ് പീക്സ് കാരിയർ ഫ്രീക്വൻസി ഈസ് ഇൻക്രീസ്ഡ് ടു മാക്സിമം അല്ലേ. പോസിറ്റീവ് പീക്സ് പോയിന്റ്സ് ആയിട്ടുള്ള B, F ആ പോയിന്റ്സിലൊക്കെ കറസ്പോണ്ടിങ് ആയിട്ട് കാരിയർ ഫ്രീക്വൻസി മാക്സിമം ആവും. അതായത് സ്പേസിങ് ഏറ്റവും കുറവ് ആ പോയിന്റുകളിലൊക്കെ ആയിരിക്കും ഉണ്ടാവുക. വെൻ സിഗ്നൽ അപ്രോച്ചസ് ദ നെഗറ്റീവ് പീക്സ് കാരിയർ ഫ്രീക്വൻസി റെഡ്യൂസ്ഡ് ടു മിനിമം. നെഗറ്റീവ് പീക്സ് ആയിട്ടുള്ള D അല്ലേ, ഒരു നെഗറ്റീവ് പീക്ക് എവിടെ വരുന്നുള്ളൂ, അങ്ങനെ ഇനി വരും നെഗറ്റീവ് പീക്സ്. ആ നെഗറ്റീവ് പീക്സിലൊക്കെ കാരിയർ ഫ്രീക്വൻസി മിനിമം ആയിട്ട് മാറുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈക്കിളുകൾക്കിടയിലുള്ള സ്പേസിങ് ഇവിടെ കാരിയർ വേവ് ഉണ്ടല്ലോ, നമ്മൾ സൂപ്പർ ഇമ്പോസ് ചെയ്യാൻ ഉപയോഗിച്ച കാരിയർ വേവ്, അതിൻ്റെ ഇടയിലുള്ള ആ ഒരു സ്പേസ്, അതിൻ്റെ സൈക്കിൾസിൻ്റെ ഇടയിലുള്ള സ്പേസിങ്ങിനേക്കാൾ കൂടുതൽ അല്ലെ ഏറ്റവും കൂടുതൽ സ്പേസിങ് ഈ FM വേവിൻ്റെ സൈക്കിളുകൾക്കിടയിൽ വരുന്നത് ഈ ഒരു സിഗ്നലിൻ്റെ നെഗറ്റീവ് പീക്സിന് കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കും. ഈ രീതിയിൽ ഫ്രീക്വൻസി ഓഫ് ദ കാരിയർ വേവ് ചേഞ്ചസ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ഇൻറ്റൻസിറ്റി ഓഫ് ദ സിഗ്നൽ ഇൻ ദ കേസ് ഓഫ് ഫ്രീക്വൻസി മോഡുലേഷൻ. ഓക്കെ, അടുത്തതായിട്ട് പറയാനുള്ളത് അഡ്വാൻറ്റേജസ് ഓഫ് ഫ്രീക്വൻസി മോഡുലേഷൻ.
ഫ്രീക്വൻസി മോഡുലേഷൻസിൻ്റെ അഡ്വാൻറ്റേജസ് ആണ്. നമ്മൾ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ പറഞ്ഞപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു ഡിസഡ്വാൻറ്റേജ് ആയിരുന്നു നോയ്സിൻ്റെ പ്രസൻസ് അല്ലേ. അതായത് ലൈറ്റ്നിങ് കാരണമോ അല്ലെങ്കിൽ സ്ട്രേ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്സ് കാരണമൊക്കെ പലപ്പോഴും നോയ്സസ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ വഴി നമ്മൾ സിഗ്നലിനെ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവാറുണ്ട് അല്ലേ. അതായത് നമ്മുടെ സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്ത് കാരിയർ വേവുമായിട്ട് ഓവർലാപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്, ഇതുപോലുള്ള സ്ട്രേ റേഡിയേഷൻസ്, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്, അതുപോലെ തന്നെ ലൈറ്റ്നിങ് കാരണം ഉണ്ടാവുന്നത്, ഇതൊക്കെയും ആംപ്ലിഫൈ ചെയ്തിട്ട് പലപ്പോഴും കാരിയർ വേവുമായിട്ട് ചേർന്ന് അതും ആംപ്ലിഫൈ ചെയ്യപ്പെട്ടിട്ട് അല്ലേ നമ്മുടെ മോഡുലേറ്റഡ് വേവിൽ ഈ ഒരു നോയ്സ് പ്രസൻസ് ഉണ്ടാവാറുണ്ട് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനിൽ. പക്ഷേ ഫ്രീക്വൻസി മോഡുലേഷനിൽ അങ്ങനെയൊന്നുമില്ല. ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഫ്രീ ഫ്രം നോയ്സ്. നോയ്സിൽ നിന്ന് ഫ്രീ ആണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ആദ്യത്തെ ഒരു അഡ്വാൻറ്റേജ്. പിന്നെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ എഫിഷ്യൻസി ഈസ് വെരി ഹൈ അല്ലേ. എഫിഷ്യൻസി വളരെ ഹൈ ആണ്. മറ്റേ എഫിഷ്യൻസി കുറവാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനിൽ. അതായത് കാരിയർ വേവ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരുപാട് അല്ലേ നമുക്ക് സിഗ്നൽ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. പിന്നെ ഹൈ ഫിഡലിറ്റി റിസപ്ഷൻ എന്നുള്ളതാണ്. ഹൈ ഫിഡലിറ്റി റിസപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസപ്ഷൻ കുറച്ചുകൂടി ക്വാളിറ്റി ഉള്ളതായിരിക്കും. നോയ്സ് ഫ്രീ ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ക്വാളിറ്റി ഉള്ള ഒരു റിസപ്ഷൻ നടക്കുന്നു എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് ലാർജ് റേഞ്ചാണ്. ലാർജ് റേഞ്ച് ഉള്ള ഫ്രീക്വൻസി ഉള്ള സിഗ്നലിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ രീതിയിൽ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. ഫ്രീക്വൻസി റേഞ്ച് വളരെ കൂടുതലുള്ള അല്ലേ സിഗ്നലിനെ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. മറ്റേത് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ വഴി ട്രാൻസ്മിറ്റ് ചെയ്യാൻ സാധിക്കുന്ന അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യിപ്പിക്കാനൊക്കെ സാധിക്കുന്ന സിഗ്നലിൻ്റെ റേഞ്ച് ഓഫ് ഫ്രീക്വൻസി വളരെ സ്മോൾ ആണ്. പക്ഷേ ഇവിടെ ഹൈ റേഞ്ച് ഓഫ് ഫ്രീക്വൻസി ഉള്ള സിഗ്നലിനെ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജസ്. നോക്കുക, advantage of FM. FM provides a transmission system that can be free from noise. Operating range is quite large. It gives high fidelity reception, high quality reception. The efficiency of FM is very high. Okay, അപ്പോൾ ഇത്രയുമാണ് advantages of frequency modulation. Theory of frequency modulation ആണ് പറയുന്നത്. നമ്മൾ പറഞ്ഞു ഫ്രീക്വൻസി മോഡുലേഷനിൽ കാരിയർ വേവിൻ്റെ ഫ്രീക്വൻസിയാണ് സിഗ്നലിൻ്റെ ഇൻറ്റൻസിറ്റിക്ക് അനുസരിച്ച് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ FC കോൺസ്റ്റൻറ്റ് ഫ്രീക്വൻസി ഉള്ളൊരു കാരിയർ വേവ് കൺസിഡർ ചെയ്തു. അതുമായിട്ട് നമ്മൾ ES cos omega ST എന്നുള്ള ഒരു സൈനുസോയിഡൽ സിഗ്നൽ സൂപ്പർ ഇമ്പോസ് ചെയ്യുകയാണ്. അപ്പോൾ ES cos omega ST എന്ന് പറയുന്ന ആ ഒരു സിഗ്നൽ, ആ സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ ആ സിഗ്നലിൻ്റെ ഇൻറ്റൻസിറ്റി മാറുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ കാരിയർ വേവിൻ്റെ ഫ്രീക്വൻസി ആയിട്ടുള്ള FCക്ക് ചേഞ്ച് വരും എന്നുള്ളതാണ്. എത്രയാണ് FCക്ക് വരുന്ന ചേഞ്ച് വന്നതിന് ശേഷമുള്ള കാരിയർ വേവിൻ്റെ ഫ്രീക്വൻസിക്ക് നമ്മൾ FI എന്ന് കൊടുക്കുകയാണ്. ദാറ്റ് FI ഈസ് ഈക്വൽ ടു FC പ്ലസ് KES സൈൻ ഒമേഗ ST ആയിരിക്കും. ഓക്കെ, അപ്പോൾ നോക്കുക, ഇവിടെ FI എന്ന് പറയുന്നത് ആ ഒരു ചേഞ്ച് വന്നതിന് ശേഷമുള്ള ഫ്രീക്വൻസി ഓഫ് കാരിയർ വേവ് ആണ്. KES അല്ലേ, ES ആണ് നമ്മൾ ES കോസ് ഒമേഗ ST, കോസ് ഒമേഗ ST ആണ് കേട്ടോ. ES കോസ് ഒമേഗ ST ആണ് നമ്മൾ മോഡുലേറ്റിംഗ് സിഗ്നലിൻ്റെ ഒരു ആംപ്ലിറ്റ്യൂഡ്, അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്, അതിൻ്റെ ഒരു ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് ES സ്മോൾ ES ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ ES കോസ് ഒമേഗ ST ആണ്. ഒമേഗ അതിൻ്റെ ഫ്രീക്വൻസിയാണ്. ഒമേഗ ഇസ് ഈക്വൽ ടു 2πfs ആയിരിക്കുമല്ലോ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇവിടെ ആഫ്റ്റർ ദ ചേഞ്ച് frequency of the carrier wave becomes FI is equal to FC plus KES, K small ES. K എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഡീവിയേഷൻ കോൺസ്റ്റൻ്റ് ആണ്. നമുക്ക് നോക്കുക, കൺസിഡർ എ കാരിയർ വേവ് ഓഫ് കോൺസ്റ്റന്റ് ഫ്രീക്വൻസി FC കോൺസ്റ്റന്റ് ഫ്രീക്വൻസി ഉള്ള കാരിയർ വേവ് കൺസിഡർ ചെയ്തു. സപ്പോസ് ദ മോഡുലേറ്റിംഗ് സൈൻ വേവ് സിഗ്നൽ ES is equal to ES cos omega ST is used to vary this carrier frequency FC. ഈ കാരിയർ ഫ്രീക്വൻസി FC ആണ് നമ്മൾ ES is equal to ES cos omega ST എന്ന് പറയുന്ന സിഗ്നൽ സൂപ്പർ ഇമ്പോസ് ചെയ്യുന്ന സമയത്ത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ചേഞ്ച് ചെയ്യുകയാണെന്ന് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. ലെറ്റ് ദ ചേഞ്ച് ഇൻ കാരിയർ ഫ്രീക്വൻസി വിൽ ബി KES വേർ K ഈസ് ഫ്രീക്വൻസി ഡീവിയേഷൻ കോൺസ്റ്റന്റ്. അപ്പോൾ ഈ കാരിയർ ഫ്രീക്വൻസിക്ക് ഉണ്ടാവുന്ന ചേഞ്ച് KES ആണ് എന്ന് കരുതുക. അതിൽ K എന്ന് പറയുന്നത് എന്താണ്, ഫ്രീക്വൻസി ഡീവിയേഷൻ കോൺസ്റ്റന്റ് ആണ്. നൗ ദ ഇൻസ്റ്റന്റേനിയസ് കാരിയർ ഫ്രീക്വൻസി FI ഗിവൺ ബൈ, അപ്പോൾ ഇപ്പോൾ കാരിയർ ഫ്രീക്വൻസി എത്രയായിട്ടുണ്ടാവും, ഈ സൂപ്പർ പൊസിഷനൊക്കെ കഴിഞ്ഞാൽ FI is equal to FC plus KES ആയിട്ടുണ്ടാവും. ദാറ്റ് ഈസ് FI is equal to FC plus
ഇ എസിൻ്റെ സ്ഥാനത്ത് ഇ എസ് കോസ് ഒമേഗ എസ് ടി കൊടുക്കാമല്ലോ. അപ്പോൾ കെ ഇ എസ് കോസ് ഒമേഗ എസ് ടി. നോക്ക് ഇവിടെ കെ ഇ എസ് എന്ന് പറയുന്നത് എന്താണ്? മാക്സിമം ചേഞ്ച് ഓഫ് ദ ഫ്രീക്വൻസിയാണ്. അതായത് കോസ് ഒമേഗ എസ് ടി എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷൻ അല്ലേ, അത് -1 to 1 ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും അല്ലേ. അപ്പോൾ അത് 1 ആവുമ്പോൾ ഉണ്ടാവുന്ന മാക്സിമം ചേഞ്ച് കെ ഇ എസ് ആണ്. അപ്പോൾ ഫ്രീക്വൻസിക്ക് ഉണ്ടാവുന്ന മാക്സിമം ചേഞ്ച് കെ ഇ എസ് ആണ്. അതിന് നമുക്ക് ഡെൽറ്റ എഫ് എന്ന് കൊടുക്കാം. കെ ഇ എസ് റെപ്രസെൻറ്റ്സ് ദ മാക്സിമം ഫ്രീക്വൻസി ഡീവിയേഷൻ ആൻഡ് ഈസ് ഡിനോട്ടഡ് ബൈ ഡെൽറ്റ എഫ്. ദർഫോർ എഫ് ഐ ഈസ് ഈക്വൽ ടു എഫ് സി പ്ലസ് ഡെൽറ്റ എഫ് കോസ് ഒമേഗ എസ് ടി എന്ന് എഴുതാം അല്ലേ. ഇനി നോക്കുക, ഇത് ലിനിയർ ഫ്രീക്വൻസി ചേഞ്ച് ആണ്. ആംഗുലാർ ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യാൻ ത്രൂ ഔട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? 2π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്ത് വരും? 2π എഫ് ഐ ഈസ് ഈക്വൽ ടു 2π എഫ് സി ഈസ് ഈക്വൽ ടു 2π ഡെൽറ്റ എഫ് കോസ് ഒമേഗ എസ് ടി എന്ന് വരും. 2π എഫ് ഐ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒമേഗ ഐ, ആംഗുലാർ ഫ്രീക്വൻസി ഓഫ് ദ ഫ്രീക്വൻസി മോഡുലേറ്റഡ് സിഗ്നൽ ആയിരിക്കും. 2π എഫ് സി എന്തായിരിക്കും? ഒമേഗ സി, ആംഗുലാർ ഫ്രീക്വൻസി ഓഫ് ദ കാരിയർ വേവ് ആയിരിക്കും. 2π ഡെൽറ്റ എഫ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡെൽറ്റ ഒമേഗ ആയിരിക്കും അല്ലേ. ദാറ്റ് ഈസ് മാക്സിമം ആംഗുലാർ ഫ്രീക്വൻസി ചേഞ്ച് ഡ്യൂറിങ് ഫ്രീക്വൻസി മോഡുലേഷൻ. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. From this we get instantaneous angular frequency of FM given by omega is equal to omega c plus delta omega c cos omega st എന്ന് കിട്ടി. ത്രൂ ഔട്ട് 2π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ കിട്ടും. ഇനി ഇവിടെ ടോട്ടൽ ഫേസ് ആംഗിൾ കാണണം. അതായത് നമ്മുടെ ഫ്രീക്വൻസി മോഡുലേറ്റഡ് വേവിൻ്റെ ടോട്ടൽ ഫേസ് ആംഗിൾ. ടോട്ടൽ ഫേസ് ആംഗിൾ കാണാൻ നമ്മൾ ചെയ്യേണ്ടത് ഒമേഗ ടി ആണ് ടോട്ടൽ ഫേസ് ആംഗിൾ വരിക, ഒമേഗ ടി. അപ്പോൾ ഇവിടെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ഒമേഗ ഐ ഡി ടി എ 0 to t ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ ഫേസ് ആംഗിൾ കിട്ടും. അപ്പോൾ തീറ്റാസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to t ഒമേഗ ഐ ഡി ടി ആണ്. ഈ ഒമേഗയുടെ സ്ഥാനത്ത് നമുക്കിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഒമേഗ സി പ്ലസ് ഡെൽറ്റ ഒമേഗ സി കോസ് ഒമേഗ എസ് ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ തീറ്റാസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to t ഒമേഗയുടെ സ്ഥാനത്ത് ഒമേഗ സി പ്ലസ് ഡെൽറ്റ ഒമേഗ സി കോസ് ഒമേഗ എസ് ടി ഡി ടി അല്ലേ, ഡി ടി. അപ്പോൾ അത് ചെയ്യാണ്. അപ്പോൾ ഇവിടെ ഒമേഗ സി ഈസ് കോൺസ്റ്റൻറ്റ്, പിന്നെ ഡി ടി ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒമേഗ സി ടി എന്നാണ് കിട്ടുന്നത്. പ്ലസ് ഡെൽറ്റ ഒമേഗ സി കോൺസ്റ്റൻറ്റ് പുറത്തേക്ക് എടുത്തു. കോസ് ഒമേഗ എസ് ടി ഡി ടി ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൈൻ ഒമേഗ എസ് ടി ബൈ ഒമേഗ എസ് എന്ന് കിട്ടും അല്ലേ. അപ്പോൾ ഇവിടെ ഈ ഒരു ടേമിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡെൽറ്റ ഒമേഗ സി ബൈ ഒമേഗ എസ് സൈൻ ഒമേഗ എസ് ടി എന്ന് കിട്ടും. ഇവിടെ ഡെൽറ്റ ഒമേഗ സി ബൈ ഒമേഗ എസ് എന്ന് പറയുന്നത് എന്താണ്? ചേഞ്ച് ഇൻ ആംഗുലാർ റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ ആംഗുലാർ ഫ്രീക്വൻസി ഓഫ് കാരിയർ വേവ് ടു ദ ആംഗുലാർ ഫ്രീക്വൻസി ഓഫ് ദ സിഗ്നൽ ആണ്. അതിന് നമ്മൾ മോഡുലേഷൻ ഇൻഡെക്സ് എന്നാണ് പറയുക, മോഡുലേഷൻ ഇൻഡെക്സ്. അപ്പോൾ അതിന് നമ്മൾ എം ഐ എന്ന് കൊടുക്കുകയാണ്. ഡെൽറ്റ ഒമേഗ സി ബൈ ഒമേഗ ഇസ് ഈക്വൽ ടു എം ഐ, ദാറ്റ് ഈസ് മോഡുലേഷൻ ഇൻഡെക്സ്. സോ തീറ്റാസ് ഈക്വൽ ടു ഒമേഗ സി ടി പ്ലസ് എം എഫ് സൈൻ ഒമേഗ എസ് ടി എന്ന് കിട്ടുന്നു അല്ലേ. ഇനി നോക്ക്, ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ഓഫ് എഫ് എമ്മിൻ്റെ ഫ്രീക്വൻസി മോഡുലേറ്റഡ് വേവിൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ആണ് ഇനി നമുക്ക് കാണേണ്ടത്. അത് ഞാൻ സ്മോൾ ഇ എന്ന് കൊടുത്തു. ദാറ്റ് ഈസ് ഇ സി കോസ് ഒമേഗ തീറ്റ, സോ കോസ് തീറ്റ. ഓക്കെ, അതായത് ഇവിടെ കാരിയർ വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുന്നില്ല. ആംപ്ലിറ്റ്യൂഡ് ഞാൻ എന്ത് തന്നെ എടുക്കുകയാണ്? ഇ സി എന്ന് തന്നെ എടുക്കുകയാണ്. പിന്നെ അതിൽ ചേഞ്ച് വരുന്നത് അതിൻ്റെ ആ ഫേസ് ഫ്രീക്വൻസി പാർട്സിനാണ്. അതിന് ഞാൻ കോസ് തീറ്റ. അപ്പോൾ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ഓഫ് ഫ്രീക്വൻസി മോഡുലേറ്റഡ് വേവ് ഇവിടെ ഇ സി ഈക്വൽ ടു സ്മോൾ ഇ സി ഈക്വൽ ടു ഇ സി കോസ് തീറ്റയാണ് വരുന്നത്. വെർ തീറ്റ ഇസ് ദ ഫേസ് ആംഗിൾ. അപ്പോൾ സ്മോൾ ഇ സി ഈക്വൽ ടു എന്ത് വരും? ഇ സി കോസ് ഒമേഗ സി ടി പ്ലസ് എം എഫ് സൈൻ ഒമേഗ എസ് ടി. തീറ്റയുടെ സ്ഥാനത്ത് ഞാൻ ഒമേഗ സി ടി പ്ലസ് എം എഫ് സൈൻ ഒമേഗ എസ് ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ നോക്ക്, ഇവിടെ ഫ്രീക്വൻസി മോഡുലേറ്റഡ് വേവിൻ്റെ ആ ഒരു ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ആ ഒരു ഇക്വേഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ വോൾട്ടേജിൻ്റെ അല്ലേ ആ ഒരു ഇക്വേഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഫ്രീക്വൻസി, രണ്ട് ഫ്രീക്വൻസി ടേംസ് അവിടെ ഉണ്ട്. ഒമേഗ സിയും ഉണ്ട്, ഒമേഗ എസും ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സിഗ്നൽ ഫ്രീക്വൻസിയും അതുപോലെ തന്നെ കാരിയർ ഫ്രീക്വൻസിയും ഒരുപോലെ അതിൽ വരുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സിഗ്നലിൻ്റെ ഇൻഫർമേഷൻ ക്യാരി ചെയ്യാൻ ഫ്രീക്വൻസി മോഡുലേറ്റഡ് വേവിന് സാധിക്കുന്നു എന്നുള്ളതാണ് മീൻ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് സിഗ്നലിനെ കൂടി ക്യാരി ചെയ്യാൻ നമ്മുടെ കാരിയർ വേവിന് ഫ്രീക്വൻസി മോഡുലേഷനിൽ സാധിക്കുന്നു എന്നുള്ളത് വ്യക്തമായി. കാരണം എന്താ? ഫ്രീക്വൻസി മോഡുലേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഫ്രീക്വൻസി മോഡുലേറ്റഡ് വേവ് ഈസ് ഈക്വൽ ടു ഇ സി കോസ് ഒമേഗ സി ടി പ്ലസ് എം എഫ് സൈൻ ഒമേഗ എസ് ടി എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ സിഗ്നൽ ഫ്രീക്വൻസിയുടെ ഒരു ടേം അതിനകത്ത് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ സിഗ്നലിൻ്റെ ഇൻറ്റൻസിറ്റിക്ക് അനുസരിച്ചുകൊണ്ട് അവിടെ നമ്മുടെ കാരിയർ വേവിൻ്റെ ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യുന്നു. ഒമേഗ സി എന്ന് പറയുന്ന ഫ്രീക്വൻസി മാത്രമല്ല, ഇവിടെ ഫ്രീക്വൻസിക്ക് ഒരു ചേഞ്ച് അവിടെ കൃത്യമായിട്ട് സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, നോക്കുക, ഇവിടെ എം എഫ് എന്ന് പറയുന്നത് ഡെൽറ്റ ഒമേഗ സി ബൈ ഒമേഗ എസ് ആണ്. അതിന് വേണമെങ്കിൽ 2π കട്ട് ചെയ്ത് കളയാം അല്ലേ, ഡെൽറ്റ എഫ് സി ബൈ എഫ് എസ് എന്നും എഴുതാം. പിന്നെ അതുപോലെ തന്നെ മോഡുലേഷൻ ഇൻഡെക്സ്, നമ്മൾ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ഇൻഡെക്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ഫ്രീക്വൻസി മോഡുലേഷനിലെ മോഡുലേഷൻ ഇൻഡെക്സിന് ഗ്രേറ്റർ ദാൻ യൂണിറ്റി ആവാം എന്നുള്ളതാണ്. ഗ്രേറ്റർ ദാൻ 1 മോഡുലേഷൻ ഇൻഡെക്സ് ഇവിടെ പോസിബിൾ ആണ് എന്നുള്ളതാണ്. ഓക്കെ,
ഇനി ഈ ഫ്രീക്വൻസി മോഡുലേഷൻ്റെ ഫ്രീക്വൻസി മോഡുലേഷൻ സ്പെക്ട്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫ്രീക്വൻസി മോഡുലേഷനിൽ സിഗ്നൽ വന്ന് കാരിയറിൻ്റെ ഫ്രീക്വൻസി ആയിട്ടുള്ള FCയിൽ വാരിയേഷൻസ് വരുത്തുന്നത് നമ്മൾ ഗ്രാഫിക്കലി ആദ്യം പറഞ്ഞു. ഇപ്പോൾ തിയററ്റിക്കലി നമ്മളത് കൃത്യം എക്സ്പ്ലെയിൻ ചെയ്തു. FC എന്ന് പറയുന്ന കാരിയർ ഫ്രീക്വൻസിയുമായിട്ടാണ് സിഗ്നൽ അല്ലേ ശരിക്ക് സൂപ്പറിംപോസ് അല്ലെങ്കിൽ ഓവർലാപ്പ് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് FC പ്ലസ് KES സിഗ്നൽ ഇൻഫർമേഷൻ ശരിക്കും വരുന്നത് ഈ കാരിയർ ഫ്രീക്വൻസിയിലേക്കാണ്. അപ്പോൾ കാരിയർ ഫ്രീക്വൻസിയിലാണ് അത് ചേഞ്ച് വരുത്തുന്നത് ഈ സിഗ്നലിൻ്റെ ഇൻറ്റൻസിറ്റി. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്തു വന്ന സമയത്ത് ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ഓഫ് ദ മോഡുലേറ്റഡ് FM വേവ് നമുക്ക് ലാസ്റ്റ് കിട്ടി. അതിനകത്ത് 2 ഫ്രീക്വൻസികളും ഉണ്ടായിരുന്നു. കാരിയർ ഫ്രീക്വൻസി ωc ഉണ്ടായിരുന്നു, സിഗ്നൽ ഫ്രീക്വൻസി ωs ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ എന്തായാലും ഈ കാരിയർ ഫ്രീക്വൻസിയിൽ ആ ചേഞ്ച് വരുന്നുണ്ടെന്ന് കൃത്യമായിട്ട് ആ ഫൈനൽ എക്സ്പ്രഷൻ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. വെറും ωc അല്ലല്ലോ വരുന്നത് അല്ലേ, അതിനകത്ത് ωs ആ ടേം വന്നിട്ട് ആ കാരിയർ ഫ്രീക്വൻസിനെ ചേഞ്ച് ചെയ്യിപ്പിക്കുന്നുണ്ട് എന്ന് നമ്മൾ കണ്ടു. ഓക്കെ, എന്തായാലും ഇവിടെ സിഗ്നൽ ഫ്രീക്വൻസി FSഉം കാരിയർ ഫ്രീക്വൻസി FCയുമാണ് എന്ന് കരുതുക. ഫ്രീക്വൻസി മോഡുലേഷൻ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്പെക്ട്രം കിട്ടും. ഡിഫറെൻറ്റ് ഫ്രീക്വൻസീസ് ഉള്ള ഒരു സ്പെക്ട്രമായിട്ടാണ് സിഗ്നൽ കിട്ടുന്നത്. ആ ഫ്രീക്വൻസി സ്പെക്ട്രത്തിൽ FC ഫ്രീക്വൻസി ഉള്ള ഒരു സിഗ്നൽ കമ്പോണൻ്റ് ഉണ്ടായിരിക്കും, FC പ്ലസ് FS ഉള്ളതുണ്ടായിരിക്കും, FC പ്ലസ് 2FS, FC പ്ലസ് 3FS, അതേപോലെ തന്നെ ഇങ്ങോട്ട് FC മൈനസ് FS, FC മൈനസ് 2FS, FC മൈനസ് 3FS അങ്ങനെ ഉണ്ടായിരിക്കും. അപ്പോൾ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഫ്രീക്വൻസീസ് FC പ്ലസ് ഓർ മൈനസ് FS, FC പ്ലസ് ഓർ മൈനസ് 2FS, FC പ്ലസ് ഓർ മൈനസ് 3FS അങ്ങനെയൊക്കെ ഫ്രീക്വൻസീസ് ഉള്ള പിന്നെന്താ പറയുക വേവ്സ് നമുക്ക് ഈ ഫ്രീക്വൻസി മോഡുലേഷൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കിട്ടുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഇതിനെ നമുക്ക് ഫ്രീക്വൻസി സ്പെക്ട്രം എന്നാണ് നമ്മൾ വിളിക്കുക. ഇതിൽ തന്നെ FC പ്ലസ് FS, FC പ്ലസ് 2FS, FC പ്ലസ് 3FS അല്ലെ, അതെല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിലെല്ലാം സിഗ്നലിൻ്റെ ഇൻഫർമേഷൻ ക്യാരി ചെയ്യുന്നുണ്ട് അല്ലേ, സിഗ്നൽ ക്യാരി ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ പ്ലസ് എന്നുള്ള ആ ഒരു പിന്നെ സ്പെക്ട്രൽ ലൈൻസിനെ അല്ലെ, വേവ് ലെങ്സിനെ നമുക്ക് സ്പെക്ട്രൽ ലൈൻസിനെ അല്ലേ സിഗ്നൽസിനെ നമുക്ക് വേണമെങ്കിൽ എന്ന് വിളിക്കാം അപ്പർ സൈഡ് ബാൻഡ് ഫ്രീക്വൻസീസ് എന്ന് വിളിക്കാം. FC മൈനസ് FS, FC മൈനസ് 2FS, FC മൈനസ് 3FS എന്നിങ്ങനെ ഫ്രീക്വൻസി ഉള്ളതിനെ നമുക്ക് ലോവർ സൈഡ് ബാൻഡ്സ് എന്നും വിളിക്കാം എന്നാണ് പറയുന്നത്. നോക്കുക, if FC and FS are carrier frequency and signal frequency respectively, FM spectrum will have the following frequencies: FC plus or minus FS, FC plus or minus 2FS, FC plus or minus 3FS, etc. ഇവിടെ FC plus FS, FC plus 2FS, FC plus 3FS, etc. are known as upper side band frequencies, whereas FC minus FS, FC minus 2FS, FC minus 3FS, etc. are known as lower side band frequencies. ഇവിടെ നമ്മൾ കണ്ടില്ലേ പീക്ക് പോയിന്റ്സ് ഓഫ് ദ അപ്പർ സൈക്കിൾസിൽ അല്ലേ ഫ്രീക്വൻസി നമുക്ക് കൂടുതലായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഈ പോയിന്റ്സിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് FC plus FS, FC plus 2FS, FC plus 3FS. ഇനി പീക്ക് ഓഫ് ദ ലോവർ സൈക്കിൾസിൽ അല്ലേ നമുക്ക് ഫ്രീക്വൻസി മിനിമമായിട്ടാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതിന് കറസ്പോണ്ടിങ് ആണ് ഈ ഫ്രീക്വൻസീസ് FC മൈനസ് FS, FC മൈനസ് 2FS, FC മൈനസ് 3FS തുടങ്ങിയവയൊക്കെ. അപ്പോൾ എന്തായാലും ഇതിനെ നമ്മൾ അപ്പർ സൈഡ് ബാൻഡ് ഫ്രീക്വൻസീസ് എന്നും ഈ മൈനസ് വരുന്നതിനെ നമ്മൾ ലോവർ സൈഡ് ബാൻഡ് ഫ്രീക്വൻസീസ് എന്നും വിളിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമ്മൾ ഫ്രീക്വൻസി മോഡുലേഷനും ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനും ഒന്ന് കമ്പയർ ചെയ്യുകയാണ്. കമ്പാരിസൺ ഓഫ് FM ആൻഡ് AM ആണ് പറയുന്നത്. അപ്പോൾ രണ്ടും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഫ്രീക്വൻസി മോഡുലേഷനും പറഞ്ഞു, ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനും പറഞ്ഞു. ഫ്രീക്വൻസി മോഡുലേഷനിലാണെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ കാരിയർ വേവ് റിമെയിൻസ് അൺചേഞ്ച്ഡ്. ഫ്രീക്വൻസി മോഡുലേഷനിൽ നമ്മൾ കണ്ടു അല്ലേ, ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ കാരിയർ വേവ് ചേഞ്ച് ചെയ്യുന്നില്ല. ഓക്കെ, ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനിലോ ഫ്രീക്വൻസി ഓഫ് കാരിയർ വേവ് റിമെയിൻസ് അൺചേഞ്ച്ഡ്. ഇൻ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ഫ്രീക്വൻസി ഓഫ് കാരിയർ വേവ് റിമെയിൻസ് അൺചേഞ്ച്ഡ്. ഇൻ ഫ്രീക്വൻസി മോഡുലേഷൻ ആംപ്ലിറ്റ്യൂഡ് ഓഫ് കാരിയർ വേവ് റിമെയിൻസ് അൺചേഞ്ച്ഡ്. Okay, then in frequency modulation frequency of the carrier wave is changed. Frequency modulation frequency of the carrier wave എന്ത് ചെയ്യുന്നുണ്ട്, ചേഞ്ച് ചെയ്യുന്നുണ്ട്. In amplitude modulation amplitude of the carrier wave is changed. Amplitude modulation amplitude of the carrier wave ചേഞ്ച് ചെയ്യുന്നുണ്ട്. In frequency modulation frequency of the carrier wave changes in accordance with the strength of the signal. സിഗ്നലിൻ്റെ സ്ട്രെങ്ത് അനുസരിച്ചിട്ടാണ് ഫ്രീക്വൻസി മോഡുലേഷനിൽ ഫ്രീക്വൻസി ഓഫ് ദ കാരിയർ വേവ് ചേഞ്ച് ചെയ്യുന്നത്. ഇൻ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ കാരിയർ വേവ് ചേഞ്ചസ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ സ്ട്രെങ്ത് ഓഫ് ദ സിഗ്നൽ. ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനിൽ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ കാരിയർ വേവ് ചേഞ്ച് ചെയ്യുന്നത് സിഗ്നലിൻ്റെ സ്ട്രെങ്ത് അനുസരിച്ചിട്ടാണ്.
പിന്നെ ഒരു ഡിഫറൻസ് കൂടി നമ്മൾ ഒടുവിൽ പറയുകയുണ്ടായി. ഇൻ ഫ്രീക്വൻസി മോഡുലേഷൻ, മോഡുലേഷൻ ഇൻഡെക്സ് MF ക്യാൻ ബി ഗ്രേറ്റർ ദാൻ യൂണിറ്റി ഓർ 1 അല്ലേ. ഫ്രീക്വൻസി മോഡുലേഷനിൽ മോഡുലേഷൻ ഇൻഡെക്സ് ആയിട്ടുള്ള നമ്മൾ ഡെൽറ്റ ഒമേഗ സി ബൈ ഒമേഗ എസ് കണ്ടല്ലോ, അത് ഗ്രേറ്റർ ദാൻ 1 ആവാം, ഗ്രേറ്റർ ദാൻ യൂണിറ്റി ആവാം. പക്ഷേ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനിൽ മോഡുലേഷൻ ഇൻഡെക്സ് നെവർ ബി ഗ്രേറ്റർ ദാൻ 1 അല്ലേ. ഒരിക്കലും 1ൽ കൂടുതൽ മോഡുലേഷൻ ഇൻഡെക്സ് ഉണ്ടാവില്ല. ഇത്രയുമാണ് ഫ്രീക്വൻസി മോഡുലേഷനും ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഡിഫറൻസ്. ഒരു ഡിഫറൻസ് കൂടി നമുക്ക് വേണമെങ്കിൽ പറയാം. ഇൻ ഫ്രീക്വൻസി മോഡുലേഷൻ നോയ്സ് ഈസ് വെരി ലെസ് അല്ലേ, ബട്ട് ഇൻ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ദർ ഈസ് ദ പ്രസൻസ് ഓഫ് നോയ്സ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഡിഫറൻസസ്. നോക്കാം. ഫ്രീക്വൻസി മോഡുലേഷൻ, ആംപ്ലിറ്റ്യൂഡ് ഓഫ് കാരിയർ വേവ് റിമെയിൻസ് കോൺസ്റ്റന്റ് വിത്ത് മോഡുലേഷൻ. ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ, ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് കാരിയർ വേവ് ചേഞ്ചസ് വിത്ത് മോഡുലേഷൻ. ഇവിടെ ആംപ്ലിറ്റ്യൂഡ് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നു ഫ്രീക്വൻസി മോഡുലേഷനിൽ. എമ്മിലാവട്ടെ ആംപ്ലിറ്റ്യൂഡ് ഓഫ് കാരിയർ വേവ് ചേഞ്ച് ചെയ്യുകയാണ് മോഡുലേഷൻ ചെയ്യുമ്പോൾ. ഇനി FM ദ കാരിയർ ഫ്രീക്വൻസി ചേഞ്ചസ് വിത്ത് മോഡുലേഷൻ അല്ലേ. കാരിയർ ഫ്രീക്വൻസി എന്ത് ചെയ്യുന്നുണ്ട്, ചേഞ്ച് ചെയ്യുന്നുണ്ട് മോഡുലേഷൻ നടക്കുമ്പോൾ. ഇവിടെയോ എമ്മിൽ കാരിയർ ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യോ, ഇല്ല. കാരിയർ ഫ്രീക്വൻസി റിമെയിൻസ് കോൺസ്റ്റന്റ് വിത്ത് മോഡുലേഷൻ. Now, carrier frequency changes according to the strength of the modulating signal. Modulating signal strength അനുസരിച്ചിട്ടാണ് ഫ്രീക്വൻസി മോഡുലേഷനിൽ ഫ്രീക്വൻസി ഓഫ് ദ കാരിയർ വേവ് ചേഞ്ച് ചെയ്യുന്നത്. കാരിയർ ആംപ്ലിറ്റ്യൂഡ് ചേഞ്ചസ് ഇൻ അക്കോർഡൻസ് വിത്ത് സ്ട്രെങ്ത് ഓഫ് സിഗ്നൽ. സിഗ്നലിൻ്റെ സ്ട്രെങ്ത് അനുസരിച്ചിട്ടാണ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനിൽ കാരിയർ ആംപ്ലിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുന്നത്. ദ വാല്യൂ ഓഫ് മോഡുലേഷൻ ഇൻഡെക്സ് MF ക്യാൻ ബി മോർ ദാൻ 1. FM മോഡുലേഷൻ ഇൻഡെക്സിൻ്റെ വാല്യൂ 1ൽ കൂടുതലാവാം അല്ലേ. ബട്ട് ഇൻ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ വാല്യൂ ഓഫ് മോഡുലേഷൻ ഇൻഡെക്സ് കനോട്ട് ബി മോർ ദാൻ 1. പക്ഷേ നമ്മുടെ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനിൽ മോഡുലേഷൻ ഇൻഡെക്സിൻ്റെ വാല്യൂ ഒരിക്കലും 1ൽ കൂടുന്നില്ല എന്നുള്ളതാണ്. ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫ്രീക്വൻസി മോഡുലേഷൻ ആൻഡ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ. അപ്പോൾ ഇന്ന് ഇത്രയുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത് ഡീമോഡുലേഷൻ ആണ്. ഡീമോഡുലേഷൻ എന്ന് പറയുന്ന ആ പ്രോസസ്സിനെ കുറിച്ചിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.